ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മെയ് 31 പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കവാസ തിരുനാളാണ് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാർക്കും പരിശുദ്ധ അമ്മയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ അമ്മമാരുടെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മുടെ അമ്മമാർ രണ്ടാളുമുണ്ട്. രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടമ്മമാരുടെ പേരും മേരി എന്നാണ്. അപ്പം പരിശുദ്ധ അമ്മയുടെ പേര് തന്നെയാണ് മേരി. അപ്പോൾ ഇവിടെ താമസിക്കുന്ന അമ്മയുടെ മകളുടെയും മകൻ്റെയും കൂടെയാണ് രണ്ടമ്മമാർ താമസിക്കുന്നത്. ഇരിട്ടിക്കാരാണ്. അമ്മമാരുടെ വിശേഷങ്ങളാണ്. നമുക്ക് ഈ അമ്മമാരുടെ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. വാ. ഇത് ബോസാറിൻ്റെ അമ്മ. അമ്മയുടെ പേര് മേരി ജോസഫ്. ഇരിട്ടിയിലാണ് വീട്, എഡൂര്. ഇത് ആലിസ് ടീച്ചറിൻ്റെ അമ്മ. ഇത് ഒരു മേരിയാണ് കേട്ടോ, അല്ലേ? ഡാനിയൽ മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ ചാച്ചൻ്റെ ഭാര്യയാണ്. നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം രണ്ടാളോടും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബോസാറിൻ്റെ അമ്മയുടെ കുട്ടിക്കാലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രായമാകുമ്പോഴേ ഓർമ്മയൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. കുട്ടിക്കാലത്ത് അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? കുഞ്ഞില് എത്ര വരെ പഠിച്ചു? പഠിത്തമൊന്നും ചോദിക്കണ്ട, പഠിത്തം അധികം പഠിച്ചില്ല. എവിടെയാ അമ്മ? മലബാറിലേക്ക് വന്നതാണോ അതോ മലബാറിൽ തന്നെയാണോ? തിരുവിതാംകൂറുകാരാണ്. കോട്ടയംകാരാണ്. അപ്പം അവിടുന്ന് നമ്മൾ മലബാറിലേക്ക് കുടിയേറ്റ് വന്നതാണ്. അമ്മേനെ കല്യാണം കഴിക്കുന്നത് മലബാറിൽ വന്നിട്ടാ. അപ്പോൾ ചാച്ചന് ജോസഫ്, കൊച്ചുമലയിൽ ജോസഫ്, അല്ലേ? കോൺഗ്രസിന്റെ വലിയ ഒരു നേതാവായിരുന്നു. അന്നത്തെ കാലത്ത് വലിയ പുള്ളിയായിരുന്നു അമ്മയുടെ ഹസ്ബൻഡ്. അപ്പോൾ ചാച്ചൻ മരിച്ചുപോയി. ഇപ്പൊ അമ്മയും, എത്ര മക്കളുണ്ട് അമ്മയ്ക്ക്? ചാച്ചനും 6 പേര്. അമ്മയ്ക്കും ചാച്ചനും കൂടി 6 മക്കളുണ്ട്. എത്ര ആണും പെണ്ണും? 6 ആണുങ്ങളാ. അമ്പടി മേരിക്കുഞ്ഞേ, കണ്ടോ? 6 ആമക്കളുടെ അമ്മയാണ്. അപ്പൊ അമ്മയുടെ മക്കളെല്ലാം ജോലിക്കാരാണോ അതോ കർഷകരാണോ? ജോലിക്കാരൊന്നും അല്ല. ജോലി ഇപ്പൊ ഇവനും രണ്ടാമത്തെ മകനും ജോലിയായിരുന്നു, റിട്ടയർഡായി. അവന്റെ ഭാര്യയ്ക്കും ജോലിയായിരുന്നു, അവരും റിട്ടയർഡായി. ഇവർക്ക് 2 പേർക്ക് ബോസാറിനും ആലിസ് ടീച്ചറും. ബോസാർ ഇപ്പോൾ ഓൾറെഡി റിട്ടയർഡായി. ആലിസ് ടീച്ചറാണ്, സെന്റ് റീസ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആലിസ് ടീച്ചർ, അല്ലേ? അപ്പോൾ അമ്മയ്ക്ക് സുഖമാണോ ഇവിടെ? എനിക്ക് ഇവിടെയും സുഖം, അവിടെയും സുഖം. അമ്മയ്ക്ക് പരമസുഖമാണ്. അതാണ് ഈ അമ്മയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പെമ്മക്കളില്ലെങ്കിലും 6 ആൺമക്കളുടെയും ഭാര്യമാര് സ്വന്തം പിന്നെ അല്ല. അപ്പൊ അമ്മേനെ സംബന്ധിച്ച് പെൺമക്കള് ഇല്ലെങ്കിലും മകന്റെ ഭാര്യമാരാണ് അമ്മയുടെ പെൺമക്കൾ. നമുക്ക് ആലിസ് ടീച്ചറിന്റെ അമ്മയോടൊന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട് അമ്മയുടെ വിശേഷം ഒന്ന്. നമ്മുടെ മാട്രയിലുള്ള അമ്മച്ചിയാണേ. അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? അമ്മച്ചിക്ക് 3 മക്കളുണ്ട്. ഒരു പെണ്ണും 2 ആണും. മക്കള് 2 പേരും വിദേശത്തായതുകൊണ്ട് അമ്മ മകളുടെ കൂടെയാണ്. ചാച്ചൻ 2-3 വർഷം മുന്നേ മരിച്ചുപോയി. അപ്പം അമ്മ ടീച്ചറിൻ്റെ കൂടെയാണ്. ഇന്ന് ഞാൻ മറ്റൊരു അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. നമുക്ക് അമ്മച്ചീനെയും കൂടി പരിചയപ്പെടാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മച്ചിക്ക് എന്നോട് വിശേഷമൊക്കെ? ഒന്നുമില്ല, സുഖം. അമ്മച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് മേരിക്കുട്ടി. അപ്പോൾ പുതിയ വേറെ ഒരു വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ അമ്മച്ചിയുടെ പേരും മേരിക്കുട്ടിയാണ്. അപ്പം മേരിമാരുടെ പരിശുദ്ധ അമ്മയുടെ തിരുനാളാണ്, വണക്കവാസ തിരുനാളാണ് മെയ് 31. അപ്പോൾ അമ്മയുടെ പേരുള്ള ഈ അമ്മമാരെയാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വലിയൊരു സന്തോഷം തന്നെയാണ്. അമ്മച്ചിയുടെ വീട്? എൻ്റെ വീട് സ്വന്തം നാട് പാലായിൽ. എന്നിട്ട് മലബാറിലേക്ക് കുടിയേറ്റ കർഷകരായ അല്ല, ഭർത്താവിൻ്റെ വീട്ടുകാരെ മലബാറിലോട്ട് പോന്നു. അങ്ങനെ അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ മലബാറിലോട്ട് വന്നു. അവിടെ ജോലിയായിട്ടായിരുന്നപ്പോൾ നാട്ടിൽ താമസിച്ചു. പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ കോട്ടയത്തായിരുന്നു. എൻ്റെ നാട് എപ്പോഴും പാലായിലാണ്. അത് ശരി. അപ്പോൾ പാലായിലാണ് ഞാൻ ജനിച്ചു വളർന്നതും. പാലായിലാണ് എൻ്റെ സ്വന്തം നാട്. അത് ശരി. കല്യാണം കഴിച്ചതിന് ശേഷം ചാച്ചനോടൊപ്പം പോകുന്നു. ഇല്ല, കടവുകാരാണ്, കാഞ്ഞിരപ്പള്ളി ചെറുക്കടവ്. ജോലി സംബന്ധമായിട്ടാണ് മലബാറിലേക്ക് വന്നത്. അല്ല, അവരുടെ വീട്ടുകാർ നേരത്തെ മലബാറിലായിരുന്നു. അത് ശരി. മണ്ണംപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. ചാച്ചൻ്റെ പേരെന്നാ? എൻ്റെ പേര് പപ്പയുടെ പേര് ബേബി ജോസഫ്.
അപ്പോൾ ബേബി ജോസഫ് സാറിനെ കല്യാണം കഴിച്ചതോടുകൂടി അമ്മച്ചിയും സ്ഥിരതാമസമാക്കി. അങ്ങനെ അമ്മച്ചിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കൾ. 3 മക്കളുണ്ട്. എത്രയാണ്? 2 ആണും 1 പെണ്ണും. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അമ്മ ഇത് ഈ വീട് ഇളയ മോൻ്റെ കൂടെയാണോ? രണ്ടാമത്തെ മോൻ്റെ. രണ്ടാമത്തെ മോൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. വളരെ സന്തോഷവതിയായിട്ട് അമ്മ താമസിക്കുകയാണ്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 84. 84 വയസ്സുള്ള ഒരു ഗ്രാൻഡ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സമൂഹത്തോട് പറയാനുള്ളത്, പ്രായമായ ഈ അമ്മച്ചിമാരുടെ സന്തോഷമാണ് നമ്മുടെയൊക്കെ വലിയ ഒരു സന്തോഷം തന്നെ. അപ്പോൾ ഇവരെ നോക്കുന്നത് ഷാജി സാറും ഷൈനി ടീച്ചറുമാണ്. അപ്പോൾ 2 മക്കളുടെ ഇടയിലും അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കുന്ന, സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു അമ്മച്ചിനെയാണ് നമുക്കിന്ന് നമ്മുടെ ഇടയിലേക്ക് കിട്ടിയിരിക്കുന്നത്. കാസർഗോഡ്. മൂത്ത മോന് കാസർഗോഡാണ്. അവിടെ ജോലി ചെയ്യുക. ജോലി പെൻഷനായി. രണ്ടുപേരും റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ വീട്ടിലാണ്. അപ്പോൾ ഏറെ വലിയ സന്തോഷം, അമ്മേനെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക എല്ലാ അമ്മമാരും. ഇന്ന് മറ്റൊരു അമ്മയുടെ വീട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമ്മയുടെ വിശേഷങ്ങൾ കൂടുതലായിട്ട് ചോദിച്ചറിയാം. പേരെന്നാ അമ്മയുടെ? പുഷ്പ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പള്ളിയിലോ? പള്ളിയിൽ കൊച്ചുറസ്യ പുണ്യദേവിയുടെ നാമത്തിലുള്ള ഒരമ്മയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. അമ്മയുടെ എത്ര മക്കളുണ്ടെന്ന്? എനിക്ക് 2 മക്കൾ, ഒരാണും 1 പെണ്ണും. ഒരാണും 1 പെണ്ണും. മക്കൾ ഇവിടെ ഉണ്ടോ? മോന് UK-യിലാണ്. ഭാര്യ 2 പിള്ളേർ, 2 ആൺകുട്ടികളുമായിട്ട് താമസിക്കുന്നു. മോള് ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. അവൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. അവൾക്കൊരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു അമ്മയാണ്. കുട്ടിക്കാലം അമ്മ എവിടെയാണ് വിളിച്ചത്? ഞങ്ങൾ ശ്രീകണ്ഠാപുരം അടുത്ത് മടമ്പെന്ന് പറയും. മലബാറിലുള്ള ആൾക്കാർ? കുടിയേറ്റ കർഷകരാണ്. കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയെ അപ്പനൊക്കെ ജോലിക്കാരായിരുന്നു. അവർ അത് കഴിഞ്ഞ് ഇങ്ങനെ കണ്ണൂർ കോഴിക്കോടൊക്കെ ആയിട്ട് ജോലിയായിട്ട് പിന്നെ ഞങ്ങൾ ശ്രീകണ്ഠാപുരം നിന്ന് ഇത് ശ്രീകണ്ഠാപുരമാണ്. അപ്പം സാറിൻ്റെ ഹസ്ബൻഡിൻ്റെ പാല കോട്ടയം. സാറ് എൻ്റെ ജോലി പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാഷായിരുന്നു കണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ. അപ്പോൾ ഇവർ ഉദ്യോഗസ്ഥരാണ് ഹസ്ബൻഡ്. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ കണ്ണൂർ ടൗണിൽ തന്നെ സെറ്റിൽഡായ ആൾക്കാരാണ്. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പോൾ എവിടെയാണ് പഠിച്ചതൊക്കെ? മടമ്പത്ത് തന്നെ പഠിച്ചത്. മടമ്പത്ത് മേരിലാൻഡ് ഹൈസ്കൂൾ. അപ്പോൾ എത്ര പഠിച്ചു അങ്ങനെ ജോലി? അവിടെ 10ാം ക്ലാസ് മടമ്പത്ത് UP സ്കൂൾ വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹൈസ്കൂൾ ശ്രീനാഥ് ഹൈസ്കൂള്, പിന്നെ പ്രീ ഡിഗ്രി പ്രൊവിഡൻസ് കോളേജിൽ കോഴിക്കോട്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ചു വിട്ടു. പിന്നെ കല്യാണം കഴിച്ചവരോടുകൂടി ചേച്ചിക്ക് പഠിക്കാനൊന്നും പോയില്ല. എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗ്രാൻഡ്മയാണ്. മക്കളെ 2 പേരും കല്യാണം കഴിച്ചു. അവർക്ക് കൊച്ചുമക്കളും ഉണ്ട്. വളരെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം അമ്മയുടെ പെരുന്നാളിൻ്റെ, അതായത് മെയ് 31 മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ വണക്കമാസ ദിവസമാണ്. അമ്മയുടെ വണക്കമാസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. പരിശുദ്ധ അമ്മയുടെ മാസമാണ് മെയ് മാസം. അപ്പം അമ്മയുടെ നമുക്കൊരു പാട്ടും കൂടി അങ്ങ് പാടാം. ഞങ്ങൾ ഒരു അമ്മയുടെ വണക്കമാസ ദിവസമായതുകൊണ്ട് ഞാനും ഈ അമ്മമാരുടെ കൂടെ ഇരുന്നു കൊണ്ട് പാട്ട്. അപ്പോൾ നമുക്ക് പാടാം. നിത്യസഹായ മാതാവിൻ്റെ അറിയത്തില്ലേ? വീട്ടിലൊക്കെ പാടുന്നതല്ലേ? പാടിക്കും. റെഡി, സ്റ്റാർട്ട്. നിത്യസഹായ മാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നിത്യസഹായ മാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകം തീർച്ചയായും പ്രാർത്ഥിക്കാം അമ്മയ്ക്കും. ഓക്കെ ഓക്കെ. അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഓക്കെ.